ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് മനു എത്തിയിട്ടുണ്ട് കേട്ടോ. വൈജയന്തിയെ കണ്ടതും മനു ചോദിക്കുന്നുണ്ട്, അല്ല ആൻറ്റി, ആൻറ്റിക്ക് വല്ല പ്രമോഷനും കിട്ടിയോ? ഭയങ്കര ഗൗരവം. എനിക്ക് പ്രമോഷനോ? പ്രമോഷനല്ലടാ, ഡീ പ്രമോഷൻ. വന്ന് വന്ന് അടുക്കള വേലക്കാരിയേക്കാൾ താഴെയാ ഇപ്പം എൻ്റെ സ്ഥാനം. ആൻറ്റി എന്താ സന്ധ്യ സംഭാഷണം വേണ്ടാന്ന് പറഞ്ഞേ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതിന് നീ മറ്റുള്ള സൈഡല്ലേ, അവളെ താങ്ങാനല്ലേ നീ ഇപ്പോൾ വന്നത് തന്നെ. അലീന പോയിട്ടില്ല എന്ന് കൊച്ചച്ഛൻ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പറഞ്ഞയക്കാന്ന് വെച്ച് വന്നതാ ഞാൻ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതിനെനിക്ക് നിൻ്റെ സഹായം വേണ്ട. അങ്ങനെ കണ്ണടച്ച് പറയല്ല ആൻറ്റി, ഞാൻ വിചാരിച്ച അലീന ഈ വീട്ടിൽ തന്നെ നിൽക്കും. ഈ വീട്ടിലോ? അതും എൻ്റെ അനുവാദം ഇല്ലാതെ? എന്താ ആൻറ്റി, ഒരു ചാലഞ്ച് എടുത്താലോ? എൻ്റെ അമ്മോട് കളിക്കുന്ന പോലെയല്ല എന്നോട്. നീ എന്നാ ചെയ്യുന്നാടാ മനു പറയുന്നേ? ഈ വീട് ആരുടെ പേരിലാ? അത് ബാലേന്ദ്രൻ്റെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അപ്സ്റ്റേഴ്സ് അങ്കിളുടെ കയ്യിൽ നിന്ന് റെൻറ്റിനെടുക്കും. എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ഒരു പിരിയൻ കോമഡി വെക്കും. ഇതിനകത്തുനിന്ന് മുകളിലോട്ടുള്ള പ്രവേശനം അടയ്ക്കും. എന്നിട്ട് രോഹിത്തിനെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് ഞാൻ ആ റൂമിൽ താമസിക്കും. അതിൻ്റെ അടുത്തൊരു കിച്ചണും സെറ്റ് ചെയ്യും. അങ്ങനെ മുകളിൽ ഞാനും അലീനയും പിന്നെ അങ്കിളും. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഓ, എന്നാൽ പിന്നെ നീ അവളെ അങ്ങ് കെട്ട്, എന്നാ തന്നെ കുറയ്ക്കുന്നേ? ഏതായാലും കെട്ടിക്കൊണ്ട് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല. കൊല്ലപ്പള്ളിയിൽ എനിക്ക് വീടുണ്ട്, അങ്ങോട്ടേ കൊണ്ടുപോകത്തുള്ളൂ. എൻ്റെ മനു, നീ എവിടെ വേണമെങ്കിലും കൊണ്ടുവക്കോ, ഇവിടെ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. എൻ്റെ ആൻറ്റിയുടെ ഈ ദുർവാശിയാണ് എല്ലാത്തിനും കാരണം. അവനവൻ്റെ സ്ഥാനവും മാനവും മക്കളെയും ഭർത്താവിനെയും മറന്നുള്ള ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഇതങ്ങ് ഒഴിവാക്കിയാൽ പിന്നെ എല്ലാം സിമ്പിളായി കൈകാര്യം ചെയ്യാം. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാനേ പലയിടത്തും തോറ്റുപോയോളാ, ഇവിടെയെങ്കിലും എനിക്ക് ജയിക്കണം. ഒരു വേലക്കാരെ പിരിച്ചു വിട്ടാൽ കിട്ടുന്ന ജയം, അതൊക്കെ എന്ത് ജയം ആൻറ്റി. അലീനെ പറഞ്ഞയച്ചു എന്ന് വെച്ചിട്ട് ആൻറ്റി ജാൻസി റാണി ഒന്നും ആവാൻ പോകുന്നില്ല. അതൊരു നാണംകെട്ട ജയമായിരിക്കും. നോക്കു മനു, നീ എൻ്റെ അടുത്ത് കൂടുതലൊന്നും സംസാരിക്കേണ്ട. ഏതായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ആൻറ്റിക്ക് അങ്കിളുടെ ആരോഗ്യ ആയുസ്സൊന്നും ഒരു പ്രശ്നമേ അല്ല. ആൻറ്റിക്ക് ആൻറ്റിയുടെ ഇഷ്ടങ്ങൾ മാത്രമാണ് വലുത്. നോക്കു മനു, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. നീ പോയി അലീനയുടെ മൂഡ് താങ്ങും. ഞാൻ ഇവിടെ ആരുടെയും മൂഡ് താങ്ങാൻ വന്നതല്ല. അലീനോട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോളാൻ പറയാൻ വന്നതാ. ഞാനാണല്ലോ അവളെ കൂട്ടിക്കൊണ്ട് വന്നത്. അവൾ അവിടുന്ന് ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് പോകാനും കൂടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്ത് സംഭവിച്ചാലും ആൻറ്റി ഒറ്റൊരുത്തിയായിരിക്കും അതിന് ഉത്തരവാദി. അലീന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്ത് ഭൂകമ്പമുണ്ടായാലും ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. പോരെ? വൈജയന്തിയോട് തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് മനുവിന് മനസ്സിലായിട്ടോ. അങ്ങനെ മനു നേരെ പോകുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. മനുവിനെ കണ്ടതും മുത്തശ്ശി പറയുന്നുണ്ട്, ആ നീ വന്നോ? വരാതെ നിവൃത്തിയില്ലാതായല്ലോ. വന്നത് ഏതായാലും നന്നായി. എൻ്റെ മോനെ, നീ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു വന്നത് അന്നതൊരു നല്ല കാര്യമായിരുന്നു. ഇന്ന് നീ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കേ, അതാ ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പം മനു പറയുന്നുണ്ട്, പാലം കടന്നല്ലോ, ഇനിയിപ്പോൾ കൂരായണം. പഴഞ്ചൊല്ല എത്ര കറക്റ്റാ അല്ല മുത്തശ്ശി? എടാ മോനെ, ഒരു കുടുംബം നശിക്കാൻ പോവാ, അതുകൊണ്ടാണ് ഈ പറയുന്നേ. അതിന് അലീനയാണോ നശിപ്പിക്കുന്നത്? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതെ. എടാ മോനെ, ഈ വീട്ടിലെ കുടുംബനാഥ ആരാ? വൈജയന്തി അല്ലേ? അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ കേൾക്കാത്ത വേലക്കാരിയെ പിന്നെ ഇവിടെ വേണോ? അപ്പം മനു പറയുന്നുണ്ട്, വൈജയന്തിൻ്റെ മുകളിൽ വേറൊരാളുണ്ട്, ബാലേന്ദ്രൻ അങ്കിള് പോണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അവൾ എന്തു ചെയ്യും? അതെന്തുകൊണ്ടാവാം അങ്ങനെ പറയുന്നേ? അത് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാവണ്ടേ കുഞ്ഞേ? അവൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ല, 3 മക്കൾക്കും മനസ്സിലാവുന്നില്ല, എനിക്കും മനസ്സിലാവുന്നില്ല. സിംഗപ്പൂരിൽ നിന്ന് രാജീവനെ വരുത്തി, അവനും മനസ്സിലാവുന്നില്ല. എന്തിനും ഒരു ന്യായം വേണ്ടേ? അപ്പം മനു പറയുന്നുണ്ട്, അങ്കിളിനെ കെയർ ചെയ്യാൻ അങ്കിൾ ഒരാളെ വെച്ചിരിക്കുന്നു, വീട്ടുവേലക്കാരിയല്ല, ഹോം നേഴ്സ്. അങ്ങനെ കരുതിയാൽ മതി. അതിനുള്ള സ്വാതന്ത്ര്യം അങ്കിളിനില്ലേ? ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എടാ, ഒരു കുടുംബത്തിൻ്റെ ഗൃഹനാഥൻ എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും നോക്കി തീരുമാനമെടുക്കുന്ന ആളാണ്. അപ്പോഴേ കുടുംബനാഥനാവത്തുള്ളൂ. സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും എതിർപ്പുള്ള പെണ്ണിനെ തന്നെ അതിനുവേണ്ടി നിർത്തണമെന്ന് അവൻ എന്തിനത്ര നിർബന്ധം? വേറെ 50 എണ്ണത്തിനെ വേണേൽ നിർത്തിക്കോട്ടെ, ഇവിടെ ആർക്കും ഒരു എതിർപ്പുമില്ല. അപ്പം മനു ചോദിക്കുന്നുണ്ട്, ഏതായാലും മുത്തശ്ശി എഴുന്നേറ്റ് നടക്കാറായല്ലോ അല്ലേ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ആ നീ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്നെ അവൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ട ശമ്പളം അവൾക്ക് കൊടുത്തിട്ടുണ്ട്, അതാരുടെ ഔദാര്യമൊന്നുമല്ല. അപ്പം മനു പറയുന്നുണ്ട്, എൻ്റെ അഭിപ്രായം അലീന ഇവിടെ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലതെന്നാണ്. ഒന്നാമത് ഈ മനുഷ്യനെന്ന് പറയുന്നത് നന്ദി കെട്ട വർഗ്ഗ. കാര്യം കാണുന്ന വരെയുള്ളൂ ഈ സ്നേഹം കൂറുമൊക്കെ.
അലീന ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാനില്ല. ബാധ ഒഴിപ്പിക്കാൻ നടക്കുന്ന പോലെ വെറുതെ അലീനയുടെ പുറകെ നടക്കും. കുറച്ച് ഭസ്മവും ഒരു ചൂരലും ഒരു ചെമ്പരത്തിപ്പൂ ഒക്കെ കൊടുത്താൽ മന്ത്രവാദിനികൾ വരെ ആൻറ്റിയുടെ മുമ്പിൽ തോറ്റുപോകും. നാണാവില്ല ആൻറ്റിക്ക്. പറയുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റാണ്, ബാങ്ക് മാനേജറാണ്, പക്ഷെ കയ്യിലിരിപ്പ് കൂതറയാണ്. ഞാനേതായാലും അലീനനെ അങ്കിളിനെ ഒന്ന് കാണട്ടെ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പറയാം. അതിനുവേണ്ടി മാത്രം മെനക്കെട്ട് വന്നതാണ് ഞാൻ. അങ്ങനെ പറഞ്ഞ് മനു പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ബബിതേനെയും കൃഷ്ണമോളെയും രോഹിത്തിനെയും താഴേക്ക് വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ മനു. അപ്പം മനു പറയുന്നുണ്ട്, ഇന്നലെ ഇവിടെ രാജീവ് കൊച്ചച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്തിനാ കൊച്ചച്ചൻ വന്നതെന്നറിയോ? അപ്പം ബബിത പറയുന്നുണ്ട്, അറിയാം, അലീനനെ പറഞ്ഞയക്കാൻ. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അലീനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് ആർക്കാ ഇത്ര നിർബന്ധം? കൃഷ്ണമോളുടെ അഭിപ്രായം എന്താ? അലീനയെ ഈ വീട്ടിൽ നിർത്താൻ കൊള്ളത്തില്ലേ? അപ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, കൊള്ളാം. മനു വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ, മോശം സ്വഭാവം എന്തെങ്കിലും ഉണ്ടോ അലീനയ്ക്ക്? അപ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഇല്ല. ജോലികളെല്ലാം വളരെ നന്നായി സിൻസിയറായി ചെയ്യുന്നില്ലേ? ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നില്ലേ? ഉണ്ട്. ബബിത എന്ത് പറയുന്നു? അലീന നിൽക്കണോ അതോ പോണോ? പോണം. എന്തുകൊണ്ടാ? ഒരു റീസൺ പറ. എനിക്കിഷ്ടമല്ല അവളെ. എന്തുകൊണ്ട് ഇഷ്ടമല്ല അത് പറ നീ. ഞങ്ങളുടെ പ്രൈവസിയിലൊക്കെ കൈകടത്തും. നിൻ്റെ ഏത് പ്രൈവസിയിലാണ് കൈകടത്തിയേ? ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പറ. എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ. അല്ല, അതല്ല, ഞാൻ ഒരിക്കൽ ഫോൺ ചെയ്തപ്പോൾ. അതുമല്ല, വെറുതെ ആവശ്യമില്ലാതെ ഉപദേശിക്കാൻ വരും. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അത് ശരിയാ, എന്നെ ഉപദേശിക്കാൻ വരും. അപ്പം മനു പറയുന്നുണ്ട്, നിന്നെ ഉപദേശിച്ചല്ലോ ഉള്ളോ, അല്ലാതെ മടലെടുത്ത് അടിച്ചൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അലീന ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ. ഓക്കെ, അലീന ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് അഭിപ്രായമുള്ളവരാരൊക്കെയാണ്? പ്ലീസ് ആൻസർ. അപ്പോൾ ഒരു 3 പേരും കൈപോക്കുന്നുണ്ട് കേട്ടോ. അപ്പം മനു ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാ? അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മയ്ക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല, അതന്നെ. പക്ഷേ നിങ്ങളുടെ അച്ഛന് ഇഷ്ടമല്ലേ? അപ്പോൾ ബബിത പറയുന്നുണ്ട്, ആ ഇഷ്ടം അത്ര നല്ലതല്ലല്ലോ. അതെന്താ, നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ അച്ഛനും അലീനയും തമ്മിൽ മോശമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന്? അപ്പോൾ ബബിത പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല. മനു നേരെ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ തോന്നുന്നേ? അച്ഛന് ഇഷ്ടമോ അലീന ചേച്ചിയെ? എന്നെപ്പോലെ തന്നെ അലീന ചേച്ചിനെയും കാണുന്നേ. അങ്ങനെ മനു നേരെ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ പറയുന്നേ? സദാചാര പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ അലീനയും അച്ഛനും തമ്മിൽ? അല്ല, നീ അവളെ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ വഴിക്ക് അവളെ കിട്ടില്ലെന്ന് ഉറപ്പായപ്പോഴാണ് നീ റേപ്പ് അറ്റംപ്റ്റ് വരെ നടത്തിയെന്ന് എനിക്കറിയാം. നിൻ്റെ അച്ഛനും ആ ടൈപ്പാന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇതിനൊന്നും രോഹിത്തിന് മറുപടിയില്ല കേട്ടോ. മനു വീണ്ടും ബബിതയോട് ചോദിക്കുന്നുണ്ട്, സ്വർണത്തിനും പണത്തിനും വേണ്ടിയിട്ട് അലീന നിൻ്റെ അച്ഛനോട് ശൃംഗരിക്കുന്നു തോന്നുന്നുണ്ടോ ബബിതയെ നിനക്ക്? അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഇല്ല. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല ഇവർ 2 പേരും. അതൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. അമ്മയ്ക്ക് ഇഷ്ടമല്ല അലീന ചേച്ചി ഇവിടെ നിൽക്കുന്നത്. അപ്പം മനു പറയുന്നുണ്ട്, ഓക്കെ, പക്ഷെ അച്ഛന് ഇഷ്ടമാണല്ലോ അലീന ഇവിടെ നിൽക്കുന്നത്. അവർ 2 പേരും തമ്മിലുള്ള വടംവലിയാണ് ഇപ്പം നടക്കുന്നത്. നിങ്ങൾ ആരുടെ പക്ഷത്താ? അപ്പം ബബിത പറയുന്നുണ്ട്, ഞങ്ങൾ 3 പേരും അമ്മയുടെ സൈഡാണ്, അതിനൊരു മാറ്റമില്ല. അപ്പം മനു പറയുന്നുണ്ട്, അതായത് അമ്മ ജയിക്കണം അല്ലേ? അമ്മ ജയിക്കണം എന്നാവുമ്പോൾ അച്ഛൻ തോക്കണം എന്നല്ലേ? അപ്പോൾ ബബിത പറയുന്നുണ്ട്, തോറ്റോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അവളെ പിരിച്ചുവിടുന്നതിൻ്റെ പേരിൽ അച്ഛൻ തോക്കുകയാണെങ്കിൽ അതുതന്നെയാണ് നല്ലത്. അപ്പം മനു വീണ്ടും ചോദിക്കുന്നുണ്ട്, ഈ അമ്മ ജയിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താ? അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അമ്മയ്ക്ക് സമാധാനവും സന്തോഷവും കിട്ടും. അപ്പം മനു തിരിച്ച് ചോദിക്കുന്നുണ്ട്, അപ്പം അച്ഛൻ ഇതൊന്നും വേണ്ടേ? ബബിത ചോദിക്കുന്നുണ്ട്, അല്ല, അച്ഛൻ്റെ പ്രശ്നം എന്താ? അപ്പം മനു പറയുന്നുണ്ട്, അലീന ഈ വീട്ടിൽ നിൽക്കുന്നതാണ് അച്ഛന് സമാധാനവും സന്തോഷവും. വീട് എങ്ങനെയായാലും വേണ്ടില്ല, മക്കൾ ഏത് വഴി പോയാലും കുഴപ്പമില്ല, അലീനയെ പുറത്താക്കിയാൽ മതി. അതാണ് ആൻറ്റിയുടെ സ്റ്റാൻഡ്. നിങ്ങളിപ്പോൾ ഏത് പക്ഷത്താ? പോസിറ്റീവിൻ്റെ കൂടെയോ നെഗറ്റീവിൻ്റെ കൂടെയോ? അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, 2 പേരും ഇപ്പം നെഗറ്റീവാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, ശരി, ഞാൻ നിങ്ങളുടെ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് മനു മുകളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിൽ ദേഷ്യം കൊണ്ട് ഫോൺ തല്ലി തകർക്കാൻ പോവായിരുന്നു കേട്ടോ. ആ സമയത്താണ് മനു കയറി വരുന്നത്. അങ്കിളെ, ഇതെന്താ ഫോൺ തല്ലി തകർക്കാൻ പോവാണോ? ആ, നീയോ? 2 സെക്കൻഡ് കൂടി കഴിഞ്ഞെങ്കിൽ അത് തകർന്നേനെ. അപ്പോൾ ഫോണിനും ഉണ്ടല്ലേ ഈ ആയുസൊക്കെ? ആ, ഇവിടുത്തെ ചില ഫോണുകൾക്കൊക്കെ തലവരയുണ്ട്. അങ്കിൾ ഭയങ്കര കില്ലിങ് മോഡിലാണെന്ന് പറഞ്ഞല്ലോ.
ആര് പറഞ്ഞു നിന്നോട്? എനിക്ക് ചില സമയത്ത് സിക്സ്ത് സെൻസൊക്കെ വർക്ക് ചെയ്യും അങ്കളെ. നീ രാജീവ് മേനോനെ കണ്ടില്ലായിരുന്നോ? കണ്ടു. അങ്കിള് തോക്ക് ചൂണ്ടി പേടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്കിൾ എന്തേ കാണിക്കുന്നേ? എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുവാ. അങ്കിളൊക്കെ എൻ്റെ മനസ്സിലൊരു വിഗ്രഹമാണ്. അത് വെറുതെ ഉടച്ചു കളയല്ലേ. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ഉടയാൻ എന്തിരിക്കുന്നു? ഇതാകെ തകർന്നിരിക്കുക. ഒന്ന് തട്ടിയാൽ മതി, 100 കഷ്ണങ്ങളായി ചിന്നി ചിതറും. അങ്കിൾ എന്തൊക്കെയാ പറയുന്നേ? വൈജാൻ്റെ വാശി പിടിച്ചാൽ എനിക്ക് മനസ്സിലാവും. ആൾക്ക് പല ബലഹീനതകളും ഉണ്ട്, ഫിസിക്കലി ആൻഡ് മെൻ്റലി. പക്ഷേ അതുപോലെയാണോ അങ്കിള്? ലോകം കണ്ടിട്ടുള്ള ആളല്ലേ. എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, എത്ര എത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയോ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്കിളെ, ഈ വീട്ടിലെ വഴക്കാദ്യം അങ്കിളുടെ അനിയനും മനസ്സിൽ മാത്രമായിരുന്നു. അത് പതിയെ പതിയെ ഈ വീട്ടിലുള്ള ബാക്കി എല്ലാവരിലേക്കും പകർന്നു. അതും കഴിഞ്ഞ് വീടും കടന്ന് കൊല്ലപ്പള്ളിയിലേക്ക് എത്തി. അവിടെ നിന്ന് നേരെ ദുബായിലോട്ടും സിംഗപ്പൂരും എത്തി. ഇതിനൊരു അവസാനം വേണ്ടേ? ആ വേണം. അതിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്, ഫിനിഷിംഗ് പോയിന്റിലേക്ക്. അപ്പം മനു പറയുന്നുണ്ട്, ഇതിനി ഒരൊറ്റ ഫിനിഷിങ്ങേ ഉള്ളൂ. അലീനനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാം. ഗേറ്റിൻ്റെ അപ്പുറത്തുള്ള വീട്ടിൽ പോയി ജോലി ചെയ്തോട്ടെ, നോ പ്രോബ്ലം. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മനു അതൊരു ഫിനിഷിംഗ് പോയിൻ്റ് അല്ലടാ മോനെ, സ്റ്റാർട്ടിംഗ് പോയിൻ്റാ. സത്യം പറയാലോ അങ്ങളെ, ഇവിടെ എല്ലാവരും മടുത്തു. ഞാനിവിടെ എല്ലാവരോടും സംസാരിച്ചു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു അലീന ഇവിടെ നിന്ന് പോകണമെന്ന്. വാസ്തവത്തിൽ അങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണ്. അവരെല്ലാം ഒറ്റക്കെട്ടാണ് ഇപ്പോൾ. എടാ മനു, അവരുടെ 5 പേരുടെയും 50 ഇരട്ടി ശക്തിയുണ്ട് എൻ്റെ വാക്കിനും തീരുമാനങ്ങൾക്കും പെരുമാറ്റത്തിനും. 5 പേരും കൂടി എന്നോടൊന്ന് പയറ്റി നോക്കട്ടെ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ആരോട് അങ്കിളെ ഈ വെല്ലുവിളി? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇത് വെല്ലുവിളിയൊന്നല്ല മനു. ഓരോ ദിവസം എണീക്കുമ്പോഴും ഞാൻ ആലോചിക്കും, ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ നല്ലതെന്ന്. ഇത് കേൾക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളെ സ്വന്തം മക്കളെ പറ്റി ആലോചിക്കണ്ടേ? 2 പെൺകുട്ടികളല്ലേ അങ്കിളിന്. രോഹിത്തിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ വിടാം, ആൺകുട്ടിയല്ലേന്ന് വയ്ക്കാം. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എടാ മനു, ഭൂമിയിലെ ജനസംഖ്യ കൂട്ടാൻ മക്കളെ ഉണ്ടാക്കിയ അച്ഛനല്ല ഞാൻ. അതിനായിരുന്നെങ്കിൽ ബാലേന്ദ്രൻ്റെ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഉണ്ടായേനെ ഡസൻ കണക്കിന് മക്കൾ. പക്ഷേ ഞാൻ ആഗ്രഹിച്ചതല്ല. ഞാനുണ്ടാക്കിയ വീട്ടിൽ എൻ്റെ ഭാര്യയിൽ എനിക്ക് മക്കളുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇപ്പം എന്തായി? അപ്പം മനു പറയുന്നുണ്ട്, അങ്ങനെ തന്നെയല്ലേ അങ്കിളെ? ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മനു നീ ഇപ്പോൾ പോ. ബാലേന്ദ്രനോട് ന്യായം പറയാനായിട്ടില്ല. നീ ചെറുതാ. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അങ്കിളെ എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കൂട്ടിയാൽ മതി. കുറച്ച് ദിവസത്തേക്കെങ്കിലും അലീനെ ഇവിടെ നിന്നൊന്ന് മാറ്റി നിർത്താൻ പറ്റുമോ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നോ, 1 മിനിറ്റ് നേരത്തേക്ക് പോലും ഞാൻ അവളെ ഇവിടെ നിന്ന് മാറ്റി നിർത്തത്തില്ല. അവളെൻ്റെ തുറുപ്പ് ചീട്ടാ. അത് ഏസാണോ കിങ് ആണോ ക്യൂനാണോ അതോ വെറും 7ാം കൂലിയാണോ ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. സമയം വരട്ടെ, ഞാനതെടുത്തൊരു വെട്ടും. പൊത്തി വെച്ചിരിക്കുക, ആരും കാണാതെ. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അപ്പം അങ്ങള് അലീനെ പറഞ്ഞേക്കാൻ തയ്യാറല്ല? മോനെ മനു, ബാലേന്ദ്രന് ഒരൊറ്റ വാക്കേ ഉള്ളൂ, അല്ല. അപ്പം മനു പറയുന്നുണ്ട്, ഇതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കുന്നത് അങ്കിൾ മാത്രമല്ല, നിരപരാധികളായ ഒരുപാട് പേരാ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട, ഞാൻ മാത്രം അനുഭവിക്കാം. എന്താ മതിയോ? അപ്പം മനു പറയുന്നുണ്ട്, ശരി അങ്ങളെ, എന്നാൽ ഞാൻ പോവുക. അങ്ങനെ പറഞ്ഞ് മനു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്